ഹലോ സന്തോഷ് ചേട്ടാ. നമസ്കാരം, ശീലാ സന്തോഷ്. അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് വീഡിയോസ് എല്ലാം നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതെ, ഇതിവിടെ വെക്കുന്നു, ഇങ്ങനൊരു സാധനം എടുക്കുന്നു. ഇത് പക്ഷേ ആർക്കും ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ടെക്നോളജി മനസ്സിലായാലേ. ഇത് നിർമ്മാണ രീതിയുടെ പ്രത്യേകം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരു സംഭവം അല്ല, ഇത് മാജിക്കോ മറ്റു കാര്യമോ മന്ത്രമോ ഒന്നുമല്ല. ഇതിവിടെ വെക്കുമ്പോൾ ഇത് മേപ്പോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റിന് ഈ ഹൈറ്റ് ഇതിൻ്റെ വീതി, ഇതിൻ്റെ വെയിറ്റ്, ഇതിന്റെ എല്ലാ പണി കൊണ്ട് മാത്രമാണ് ഇത് മേപ്പോട്ട് ഇത് ഇങ്ങനെ പോകുന്നത്. ഇത് മേപ്പോട്ട് പോകുന്നതിന്റെ പ്രത്യേകത ഇതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു സാധനം. അപ്പൊ ഇതൊരു സാധാരണ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല പെട്ടെന്ന് കണ്ടാല്. ഇതൊരു സിലിണ്ടർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരാളെ കാണാം, ഇവിടെ ലാലേട്ടനെ കാണാം. അപ്പൊ അതൊരു പിക്ചറാണ്, ഒരു പ്രത്യേകതരം പിക്ചറാണ്. പിന്നെ നമ്മുടെ ശിലാമ്യവസ്ഥയിൽ എത്തിയാൽ പത്രങ്ങൾ ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. പത്രത്തിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ കാണേണ്ട കാര്യമാണ് പത്രം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെക്കുറിച്ച് വേറൊരാളോ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊടിയും തൊങ്ങലും ഒക്കെ ചേർത്ത് വായിക്കാനുള്ള സുഖത്തിന് വേണ്ടി എഴുതും. പക്ഷേ പത്രം അങ്ങനല്ല. പത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന സംഭവം നാളത്തെ വാർത്തയായിട്ട് വരുവാണ്. അപ്പോൾ ഏകദേശം ഒരു 95% കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അന്നത്തെ പത്രങ്ങളാണ് ഇതല്ല. അപ്പോൾ ടൈറ്റാനിക് പറഞ്ഞ അന്നത്തെ വാർത്ത 1912 ഇതൊരു വളരെ പ്രാധാന്യത്തോടുള്ള വാർത്തയാണ്. അതുപോലെ നമ്മുടെ പെരുമൺ ദുരന്തം, ഇത് ഒരു വലിയ സംഭവമായിരുന്നു. കൊല്ലം ജില്ലയുടെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട്, കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ട്രെയിൻ അപകടമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് എല്ലാ വിവരങ്ങളുണ്ട്, എങ്ങനെയാണ് സംഭവിച്ചതിനെ കുറിച്ച് എല്ലാം ഉണ്ട്. അത് 1988 ജൂലൈ 9 ശനിയാഴ്ചത്തെ പത്രത്തിലാവുന്ന വാർത്ത. അപ്പൊ അതിന്റെ തലേന്ന് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ വാർത്ത. ഇതൊരു വലിയ വാർത്തയായിരുന്നു. ലോകത്തിലെ ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, ഇന്ത്യയിലെ നമ്മുടെ ഇങ്ങനെയുള്ള വാർത്തകൾ. മനുഷ്യൻ ചന്ദ്രനെ കാലു കുത്തിയ വാർത്ത. അതുപോലെ തന്നെ രാജീവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത. രാജീവ് ഗാന്ധിയുടെ മരണമാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന രാജീവ് കൊല്ലപ്പെട്ടു, ഇങ്ങനെയാണ് ഈ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. പിന്നെ MGR പ്രണാമം എന്ന് പറഞ്ഞാൽ MGR മലയാളത്തിലുള്ള വാർത്ത. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറഞ്ഞാൽ 1977 ജൂലൈ 25 ഇംഗ്ലണ്ടിലെ ഒരു വാർത്തയാണിത്. ടെസ്റ്റ് ശിശു ലോകത്തിൽ ആദ്യമായിട്ടുണ്ടായത്. അപ്പോൾ അതൊരു വലിയ വാർത്തയായിരുന്നു അന്ന്. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കേരള കൗമുദിയിലൊക്കെ ഒരു 55, 1934, 35 അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പെട്ട വാർത്തകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് പത്തനംതിട്ട ഇപ്പം ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമ, ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് റിലീസായത്. അപ്പോൾ ആ ഒരു സിനിമയുടെ അന്നത്തെ വാർത്തയാണ്. പക്ഷെ അതിനകത്ത് ലാലേട്ടൻ്റെ ഫോട്ടോ ഇല്ല, ശങ്കറിന്റെ നടിയുടെ മാത്രമാണ് ഫോട്ടോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഇന്ന് മുതൽ കോട്ടയം അഭിലാഷിലെ 15 കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു അന്ന് മലയാള സിനിമ വന്നു കഴിഞ്ഞാൽ ഓടുന്നത്. ഇപ്പം എത്ര തിയേറ്ററിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊജക്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് പത്തനംതിട്ട ജില്ല രൂപീകരിച്ച വാർത്തയുള്ള പത്രം, പത്തനംതിട്ട ജില്ല. അതുപോലെ ഹിരോഷിമയെ ബോംബ് വീണ വാർത്ത, അന്നത്തെ ആ ഒരു വാർത്തയാണിത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കല്ലട ജലസേന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട തുടക്കത്തിന്റെ 1977 ജനശക്തി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങുന്നതിന്റെ വാർത്ത. അക്ഷരദീപം എന്ന് പറഞ്ഞ പത്രമാണ്. അതിനകത്ത് വീരപ്പനെ പിടിക്കാൻ വൻ സന്നാഹം, അന്നൊക്കെ ഒരു വലിയ വാർത്തയായിരുന്നു. ശരിക്കും ഈ ഒരു അക്ഷരദീപം ഇപ്പം പത്രം ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല, കാണുന്നില്ല. അതുപോലെ ഗാന്ധിജി മരിച്ച വാർത്തയുള്ള. അതുപോലെ തന്നെ ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ നസീർ മരിച്ചതുണ്ട്, സത്യൻ മരിച്ചതുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഏകദേശം 2000-ഓളം വാർത്തകളാണ് നമ്മുടെ ഈ പത്രങ്ങൾ മാത്രമുള്ളത്. ആ പത്രം വായിക്കുന്നത് ഉൾപേജുകൾ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും വാർത്തയ്ക്ക് ഇപ്പോൾ ഒരാളെ കുറിച്ച്, ഇപ്പം പട്ടത്തിനെ കുറിച്ചുള്ള വാർത്ത ഇതറിയാമല്ലോ, ആദ്യത്തെ ഒരു വലിയ സംഭവമായിരുന്നു പട്ടം നാളുള്ളതെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ കുറിച്ചുള്ള ഫുൾ വാർത്ത ഈ പേജുകൾ ഉള്ളിലുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ജനനം തൊട്ട് അദ്ദേഹം മരിച്ച ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം പത്രങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി അറിവുകൾ കൂടുതലായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് 1979 സ്കൈലാബ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. സ്കൈലാബ്, അപ്പൊ അത് ഭൂമിയിൽ പതിച്ച ലോകം അവസാനിക്കുന്നൊക്കെ പറഞ്ഞൊരു വലിയ വാർത്തയായിരുന്നു. അപ്പൊ അന്നത്തെ വാർത്തയത്. അപ്പൊ അത് വീണതും അതിന്റെ തുടക്കവും വിട്ടതിനെ കുറിച്ചും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ കൂടാതെ പുരാവസ്തുക്കളും പറയുന്നത്.